ചേരമപ്പയ്യനല്ലേ? ആണല്ലോ. അതിനെന്താ? നീ BA പാസ്സായില്ലേ? എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കൂടെ? എനിക്കിപ്പോ ഒരു തൊഴിലുണ്ട്. അതെന്താ നിന്റെ തൊഴില്? ഞാൻ BJPയുടെ മെമ്പറാ. ഞാൻ ചോദിച്ചു, BJP പോയി നിനക്ക് എന്താ ഗുണം? ഇന്ന് വരെയും എനിക്ക് ഗുണമുണ്ട്. എന്താ? എനിക്ക് സാമ്പത്തികമായ സഹായമുണ്ട്. എന്റെ കൂടെ പോരാൻ സവർണരായ പിള്ളേരുണ്ട്. എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ അവനോട് ചോദിച്ചു, ഈ കൊണ്ടു നടക്കുന്ന അവന്മാരിൽ ഒന്നോ രണ്ടോ പേര് നിന്റെ അമ്മയെ പെങ്ങന്മാരെ ഉപദ്രവിച്ച അപ്പൊ നീ എന്ത് ചെയ്യും? എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ചങ്ങലയ്ക്കകത്ത് കെട്ടി നിന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിന്റെ സഹോദരിയെ അവർ ബലാത്സംഗം ചെയ്യുന്നത്. നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ സമൂലമായി നടക്കുന്ന അക്രമത്തിന്റെ പിന്നിലെ രഹസ്യം നമ്മുടെ യുവതലമുറ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കുടുങ്ങി അവന്റെ ചങ്ങലയ്ക്കകത്ത് കിടന്ന് പഴയ ആ ചങ്ങലക്കെട്ട് നിന്റെ പെടലിൽ കിടക്കുമ്പോ നീ ഒരിക്കലും ഇതിന് രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നത്തെ പണം നിനക്ക് നാളെ നഷ്ടമായിട്ട് വരും. നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മാനാഭിമാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നീ ഇനി നേതാവാകണം. ഏത് നേതാവാകണ്ടേ? ദരിദ്രരുടെ നേതാവാകണം. നീ ദരിദ്രരുടെ ഒരു പ്രവർത്തകനാകണം. സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും നേട്ടം കിട്ടാത്ത ഒരൊറ്റ ദലിതനും രാജ്യത്ത് ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. കാരണം അവരുടെ അമ്മ പെങ്ങന്മാര് മരച്ചുവട്ടിൽ പണ്ടത്തെ കാലത്തെ പോലെയാ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദലിത് പീഡനം നടത്തുന്ന ഒരു കാലഘട്ടമായിപ്പം. അതിന്റെ കാരണം യുവതലമുറ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോളിലേറ്റി അവരുടെ ചങ്ങല കെട്ടി നിൽക്കുന്നുകൊണ്ട് ഇത് നീ ഇന്ന് അവസാനിപ്പിക്കണം. നാളെ ഇത് നീ തുടരാൻ പാടില്ല. അപ്പൊ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ ഇതുപോലെ പണം തന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, മോനെ, ഞാനെങ്ങനെയാണ് നിനക്ക് പൈസ തന്ന് സഹായിക്കുന്നത്? ഞാൻ നിന്നേക്കാളും അവശത പിടിച്ചൊരു സ്ത്രീയാ. പക്ഷെ എന്റെ ആത്മധൈര്യം നിന്നോട് ഞാൻ പറയാം. എന്നെ ഒരാൾ കയറി ബലാത്സംഗം ചെയ്യാൻ അടിക്കാൻ ഷേപ്പ് മാറ്റും. പക്ഷെ നിന്റെ അമ്മയ്ക്ക് അവന്റെ പെങ്ങന്മാർക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പൊ എന്നോട് അവനൊരു വാക്ക് പറഞ്ഞു. അതാ എനിക്ക് വലിയ ദണ്ണായിപ്പോയി. ഇനി പറയുമ്പോഴേക്കും ഒക്കെ ആയിട്ടുള്ള കളി എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി, അല്ലെ അങ്ങനെ പറയുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവനുണ്ട്. അതിന്റെ പിന്നിലെ രഹസ്യം ഈ RSSകാര്. അതുകൊണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ യുവതലമുറയെ നമ്മളൊന്ന് ടേക്കപ്പ് ചെയ്യേണ്ടത്, നമ്മളൊന്നെ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ റിവൈൻഡ് ചെയ്യണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന കുറെ തത്വങ്ങളുണ്ട്. അതിനെ നമുക്കിപ്പം വായിക്കാൻ പറ്റില്ല, കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന. അതുകൊണ്ട് നമ്മളും അതുപോലൊരു പഠന ക്ലാസ് നമ്മുടെ സമൂഹത്തിന് കൊടുത്താൽ മാത്രമേ, അത് നമ്മൾ കൊടുക്കേണ്ടതാ. കൊച്ചി രാജാവിന്റെ കാലത്ത് മുതലേ ഈ രാജ്യം നമ്മുടേതായിരുന്നു. അവസാനം രാജാവ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് 5 യുവതലമുറകൾക്ക്, രാജാക്കന്മാർക്ക് അത് പകുത്തു കൊടുത്തു. അതിലൊരു വംശം ഈഴവനും, ഒരു വംശം പറയനും, ഒരു വംശം പുലയനും, ഒരു വംശം ക്രിസ്ത്യാനിയും, ഒരു വശം മുസ്ലിമാ. ഇങ്ങനെ 5 പേർക്കാണ് കേരളം, ഇവിടുത്തെ ആദിമചേര സാമൂഹ്യ സാംസ്കാരികം കൊണ്ടു നടന്ന രാജാവ് പകുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അവരുടെ എല്ലാം അടിമയായിപ്പോ. നമുക്ക് ഒരു ഭാഗമേ ഉള്ളൂ. ആ ഒരു ഭാഗം ഇവിടുത്തെ അവശക്രൈസ്തവരുടെ കയ്യിലായിപ്പോയി. അതുകൊണ്ട് ആ സഭയുടെ കീഴിൽ അവർ നിൽക്കുക. ഈ സഭയിലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ കൊടുത്ത ഗ്രാന്റ് എന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൊച്ചിയിലെ രാജാവിന്റെ കയ്യിൽ ആണ്ടിൽ 3000 രൂപ ഇംഗ്ലണ്ടിലെ മദാമ കൊടുത്തിരുന്നു. 1763 കാലത്ത് പോലും ദംസൺ ഗ്രാൻഡ് എന്ന് പറയുന്ന അവശക്രൈസ്തവർക്ക് കൊടുത്ത ഗ്രാന്റ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ. ഇവിടെ പറയുന്നതിനാന്നോ ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഗ്രാന്റ് തന്നെന്ന്? ഏത് സഭക്കാരാ ഗ്രാന്റ് തന്നത്? ആരും തന്നില്ല. അതുകൊണ്ട് ഇപ്പൊ BJP പോലെയുള്ള സംഘടനയിൽ കുരുക്കിക്കെട്ട കിടക്കുന്ന ചെറുപ്പക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഇവിടുത്തെ ദലിത് സംഘടനയ്ക്കാണുള്ളത്. ആ സാമൂഹ്യമായുള്ളൊരു പരിതസ്ഥിതിയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തോക്ക് വേണം. കല്ലറ പറയുന്നത് എന്താണെന്നറിയാവോ? 2 തോക്ക് നമുക്ക് വേണം. ഒന്ന് നേതാവിന്റെ പേരെ ഒന്ന് ചൂടണം, ഒന്ന് നമ്മുടെ ജനത്തിന്റെ നേരെ. അങ്ങനെ നമ്മൾ 2 തോക്കുള്ളവരായിട്ടിരിക്കണം. ഒന്ന് നമ്മുടെ നേതാവ് അണികളെ ഉപേക്ഷിച്ച് മറിഞ്ഞു പോവുകയാണെങ്കിൽ അവനെ വെടിവെച്ചു കൊല്ലണം. മറിച്ച് അണികൾ നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെയും വെടിവെച്ചു കൊല്ലണം. അങ്ങനെ 2 തോക്ക് ചുമക്കുന്നവരായെങ്കിൽ മാത്രമേ ദലിത് പ്രസ്ഥാനം ഇവിടെ വിജയിക്കൂ. അത്